ഹലോ എവരി വൺ, ഐ എം ഗോകുൽ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഗാംബിറ്റ് ആണ് കാണാൻ പോകുന്നത്. മിൽനർ ബാരി ഗാംബിറ്റ് എന്നാണ് ഈ ഗാംബിറ്റിൻ്റെ പേര്. ബ്ലാക്ക് ഫ്രഞ്ച് ഡിഫൻസ് കളിക്കുമ്പോൾ വൈറ്റിന് കളിക്കാവുന്ന നല്ലൊരു ഗാംബിറ്റ് ആണ് മിൽനർ ബാരി ഗാംബിറ്റ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് കളിക്കുന്നതെന്ന് നോക്കാം. അപ്പം വൈറ്റ് ആദ്യം E4 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. നമുക്കറിയാം ഇവിടെ ബ്ലാക്കിൻ്റെ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള രണ്ട് റെസ്പോൺസ് എന്ന് പറയുന്നത് ഒന്ന് C5 സിസിലിയൻ ഡിഫൻസ്, പിന്നെ ഉള്ളത് പോൺ ടു E5 കിങ്സ് പോൺ ഓപ്പണിംഗ് എന്ന് പറയുന്ന രണ്ട് മൂവ്സാണ്. ഇതല്ലാതെ മൂന്നാമത് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന മൂവാണ് പോൺ ടു E6. ഇതിനെയാണ് ഫ്രഞ്ച് ഡിഫൻസ് എന്ന് പറയുന്നത്. ഫ്രഞ്ച് ഡിഫൻസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള തിയറിയൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഞാനിതിൻ്റെ എല്ലാ വേരിയേഷൻസും ഒക്കെ പറഞ്ഞു തരാം. അപ്പോൾ ഇനി നമ്മൾ എന്ത് കളിക്കും? ഇപ്പോൾ ബ്ലാക്ക് ഇവിടെ പോൺ ടു E6 ആണ് കളിച്ചിരിക്കുന്നത്. ബ്ലാക്ക് സെൻറ്ററിനെ ഡയറക്റ്റ്ലി അറ്റാക്ക് ചെയ്യുന്നില്ല, അതായത് D4 സ്ക്വയറിനെ ഡയറക്റ്റ്ലി അറ്റാക്ക് ചെയ്യുന്നില്ല. പോൺ ടു C5 അല്ലെങ്കിൽ പോൺ ടു E5 കളിക്കുമ്പോൾ സംഭവിക്കുന്ന പോലെ. അപ്പം നമുക്ക് നമ്മുടെ സെൻറ്ററിലെ കൺട്രോൾ ഉടനെ തന്നെ എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ് പോൺ ടു D4 കളിച്ച്. ഇതിനുശേഷം ബ്ലാക്ക് പോൺ ടു D5 കളിക്കുന്നു. നമുക്കിവിടുന്ന് പല രീതിയിൽ കളിച്ച് പോകാവുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് പോൺ ടു E5 കളിക്കാം. ഇതിനെ ഫ്രഞ്ച് ഡിഫൻസിൻ്റെ അഡ്വാൻസ് വേരിയേഷൻ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഈ B നൈറ്റിനെ നമുക്ക് D2ലേക്ക് ഡെവലപ്പ് ചെയ്യാം. ഇതിനെ ഫ്രഞ്ച് ഡിഫൻസിൻ്റെ ടെറാഷ് വേരിയേഷൻ എന്നാണ് പറയുക. അതുപോലെ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ മിൽനർ ബാരി ഗാംബിറ്റ് നടക്കുന്നത് നമ്മളിവിടുന്ന് പോൺ ടു E5 കളിക്കുമ്പോഴാണ്. ഇതിനെയാണ് ഫ്രഞ്ച് ഡിഫൻസിൻ്റെ അഡ്വാൻസ് വേരിയേഷൻ എന്ന് പറയുന്നത്. ഇതിനുശേഷം ബ്ലാക്കിൻ്റെ ബെസ്റ്റ് മൂവ് എന്ന് പറയുന്നത് പോൺ ടു C5 ആണ്. ഈ C5 കളിക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഈ പോൺ സ്ട്രക്ചറിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ നമ്മളിവിടെ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ അത്ര നല്ലതായിരിക്കില്ല. കാരണം ബിഷപ്പ് വെച്ച് ഇവിടെ റീക്യാപ്ചർ ചെയ്യാം. അതിനുശേഷം ബ്ലാക്കിൻ്റെ ബിഷപ്പ് പെട്ടെന്ന് ഡെവലപ്പ് ആവും. അത് നമുക്ക് അത്ര നല്ല ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല. അപ്പം നമ്മുടെ ഇവിടുത്തെ ബെസ്റ്റ് മൂവ് എന്ന് പറയുന്നത് പോൺ ടു C3 ആണ്. നമ്മൾ ഈ D4 പോണിനെ ചുമ്മാ അങ്ങ് നമ്മുടെ പോൺ വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിനു ശേഷം ബ്ലാക്ക് നൈറ്റ് ടു C6 കളിച്ച് വീണ്ടും നമ്മുടെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു, നമ്മുടെ D4 പോണിനെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വീണ്ടും ആ പോണിനെ അങ്ങ് ഡിഫെൻഡ് ചെയ്യുന്നു നൈറ്റ് ടു F3 കളിച്ച്. അപ്പോൾ ഇതിനു ശേഷം ബ്ലാക്കിൻ്റെ ക്വീനിനെ B6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. നമ്മൾ നമ്മുടെ ബിഷപ്പിനെ D3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇതിനു ശേഷമാണ് കളി വരുന്നത്. ബ്ലാക്കിൻ്റെ C പോണിനെ വെച്ച് നമ്മുടെ D പോണിനെ ക്യാപ്ചർ ചെയ്താൽ നമ്മൾ നമ്മുടെ C പോൺ വെച്ച് തന്നെ അതിനെ അങ്ങ് റീക്യാപ്ചർ ചെയ്യുന്നു. ഇവിടെ ബ്ലാക്കിൻ്റെ നൈറ്റ് വെച്ച് നമ്മുടെ പോണിനെ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെച്ച് തന്നെ കാര്യങ്ങൾ ഏറെക്കുറെ തീരുമാനമാവും. കാരണം നമുക്ക് നമ്മുടെ നൈറ്റ് വെച്ച് തിരിച്ച് ആ നൈറ്റിനെ അങ്ങ് ക്യാപ്ചർ ചെയ്യാവുന്നതാണ്. ഇവിടെ ബ്ലാക്ക് നോക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. തിരിച്ച് ആ ക്വീൻ വെച്ച് നമ്മുടെ നൈറ്റിനെ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ മെറ്റീരിയലൊക്കെ ഈക്വലായി. ഇപ്പോൾ നോക്കുമ്പോൾ ബ്ലാക്കിന് ഒരു നൈറ്റ് കുറവാണ്. പക്ഷേ ആ ക്വീൻ വെച്ച് നമ്മുടെ നൈറ്റിനെ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ മെറ്റീരിയലൊക്കെ ഈക്വലായി. അപ്പോൾ ഒരു കുഴപ്പമില്ലാന്ന് കരുതി നമ്മുടെ നൈറ്റിനെ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്കിൻ്റെ കാര്യം കട്ടപ്പുകയാണ്. കാരണം ബിഷപ്പ് ടു B5 ചെക്കാണ്. ഇതിന് ശേഷം നോക്കുമ്പോൾ തന്നെ അറിയാം ബ്ലാക്കിൻ്റെ ക്വീൻ്റെ കാര്യം തീരുമാനമായി എന്നുള്ളത്. അപ്പോൾ ബ്ലാക്കിന് ഇവിടെ കളിക്കാൻ പറ്റുന്ന ബെസ്റ്റ് മൂവ് എന്ന് പറയുന്നത് ബിഷപ്പ് ടു D7 ആണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ ആ ക്വീനിനെ നമ്മുടെ ക്വീൻ വെച്ചെങ്കിൽ ക്യാപ്ചർ ചെയ്യാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ലൈറ്റ് സ്ക്വയർ ബിഷപ്പിനെ വെറുതെ അങ്ങ് നഷ്ടപ്പെടും. അതിനു പകരം ചെയ്യാവുന്ന ഒരു വഴി എന്ന് പറയുന്നത് നമുക്ക് ആദ്യം നമ്മുടെ ബിഷപ്പ് വെച്ച് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെ അങ്ങ് ക്യാപ്ചർ ചെയ്യാം. ഇപ്പോൾ വീണ്ടും ചെക്കായി അല്ലേ? അപ്പോൾ കിങ്ങിനെ ക്യാപ്ചർ ചെയ്യാതെ വേറെ വഴിയില്ല. കിങ് ക്യാപ്ചർ ചെയ്യുന്നു. ഇതിന് ശേഷം നമുക്ക് ആ ബ്ലാക്ക് ക്വീനെ നമ്മുടെ ക്വീൻ വെച്ച് ക്യാപ്ചർ ചെയ്യാം. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട സിറ്റുവേഷനിൽ നല്ലൊരു സിറ്റുവേഷനാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. നമുക്ക് നേരത്തെ വെറുതെ ഒരു ബിഷപ്പിനെ അങ്ങ് പോയായിരുന്നു. ഇവിടെ നമുക്ക് വെറുതെ ബിഷപ്പിനെ പോയിട്ടില്ല. നമ്മുടെ ബിഷപ്പ് പോയപ്പോൾ അതിൻ്റെ കൂടെ ബ്ലാക്കിൻ്റെ ബിഷപ്പിനെയും കൂടെ നമ്മൾ എടുത്തുകൊണ്ടാണ് പോയത്. അതേപോലെ തന്നെ ബ്ലാക്കിന് ഇപ്പോൾ ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ നിന്ന് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് വളരെ എളുപ്പത്തിൽ ജയിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് മിൽനർ ബാരി ഗാംബിറ്റിൻ്റെ ഒരു വേരിയേഷൻ എന്ന് പറയുന്നത്. ഇനി മിൽനർ ബാരി ഗാംബിറ്റിന് ഉണ്ടാവാവുന്ന മറ്റൊരു വേരിയേഷനും കൂടെയുണ്ട്. ആ ഒരു വേരിയേഷനും കൂടെ നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ അതിന് മുന്നേ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ സജഷൻസ് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് കമൻസിൽ പറയാവുന്നതാണ്. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ വേരിയേഷൻ നോക്കാം. നമ്മുടെ ഈ പൊസിഷനിൽ നിന്ന്, അതായത് നമ്മൾ ബിഷപ്പ് ടു D3 കളിച്ചതിന് ശേഷം ബ്ലാക്ക് നേരത്തെ കണ്ട പോലെ തന്നെ നമ്മുടെ D4 പോണിനെ ക്യാപ്ചർ ചെയ്യുന്നു. നമ്മൾ നമ്മുടെ പോൺ വെച്ച് റീക്യാപ്ചർ ചെയ്യുന്നു. ഇതിന് ശേഷം നൈറ്റ് നമ്മുടെ D4 പോണിനെ ക്യാപ്ചർ ചെയ്യുന്നതായിരുന്നു നമ്മൾ കണ്ടത്. പക്ഷേ അതിന് പകരം ചില ബ്ലാക്ക് പ്ലെയേഴ്സ് പോൺ ടു F6 എന്ന് പറയുന്ന മൂവ് ഇവിടെ കളിക്കാറുണ്ട്. ഇതിൻ്റെ ഉദ്ദേശം വീണ്ടും നമ്മുടെ പോൺ സ്ട്രക്ചറിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ പോണിനെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്യുന്നു. ബ്ലാക്കിനെ നൈറ്റ് വെച്ച് ആ പോണിനെ റീക്യാപ്ചർ ചെയ്യുന്നു.
ഇതിന് ശേഷം നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ ബ്ലാക്ക് ബിഷപ്പ് ടു D6 കളിച്ച് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെ കൂടെ ഡെവലപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ കിങ് സൈഡിലെ പീസസ് എല്ലാം മാറിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ബ്ലാക്കിന് ഇവിടുന്ന് സുഖമായിട്ട് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ബ്ലാക്ക് ഇവിടുന്ന് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ബ്ലാക്ക് ഇവിടുന്ന് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്കിന് സുഖമായിട്ട് ബ്ലാക്കിൻ്റെ നൈറ്റ് വെച്ച് നമ്മുടെ ഈ പോണിനെ ക്യാപ്ചർ ചെയ്യാം. കാരണം നമ്മൾ നമ്മുടെ നൈറ്റ് വെച്ച് റീക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാലും ക്വീൻ വെച്ച് ഇവിടെ റീക്യാപ്ചർ ചെയ്തതിന് ശേഷം നമുക്ക് ബിഷപ്പിനെ B5 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്ന പരിപാടി നടക്കില്ല. കാരണം കിങ് ഇവിടുന്ന് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെയുണ്ട്. പക്ഷേ ഇതൊരു പ്രശ്നമല്ല. ഇങ്ങനെ ബ്ലാക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ബ്ലാക്കിന് നേരത്തെ പോലത്തെ തന്നെ അവസ്ഥയായിരിക്കും വരുന്നത്. നമുക്കിവിടെ വേറൊരു ട്രിക്ക് ഉണ്ട് കളിക്കാനായിട്ട്. അത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടുന്ന് ആദ്യം നൈറ്റ് ടു C3 കളിക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്ലാക്ക് ആദ്യം ക്യാൻസൽ ചെയ്യുന്നു. ഇതിന് ശേഷം നമ്മൾ പോൺ ടു A3 കളിക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്ലാക്കിൻ്റെ നൈറ്റ് വെച്ച് നമ്മുടെ D4 പോണിനെ ക്യാപ്ചർ ചെയ്യാൻ വെക്കുക. നമ്മൾ തിരിച്ച് നമ്മുടെ നൈറ്റ് വെച്ച് റീക്യാപ്ചർ ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വീൻ നമ്മുടെ നൈറ്റിനെ റീക്യാപ്ചർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ബ്ലാക്ക് നോക്കുമ്പോഴത്തേക്കും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ നേരത്തെ കൊടുത്ത പോലെ ബിഷപ്പ് B5 ചെക്കൊന്നും ഇവിടെ കൊടുക്കാൻ പറ്റില്ല. കാരണം കിങ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. കിങ് സേഫാണ്. വേറെ വിഷയങ്ങളൊന്നും ഇല്ല എന്ന് കരുതി ബ്ലാക്ക് സന്തോഷിച്ചിരിക്കുകയായിരിക്കും. പക്ഷേ ഇവിടെയും ബ്ലാക്കിൻ്റെ കാര്യം കട്ടപ്പുകയാണ്. കാരണം ബിഷപ്പ് വിത്ത് ചെക്ക്. ഇതിന് ശേഷം കിങ്ങിന് ക്യാപ്ചർ ചെയ്യാല്ലാതെ വേറെ വഴിയില്ല. ഇതിന് ശേഷം ബ്ലാക്കിൻ്റെ ക്വീൻ പോയി. ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ വേരിയേഷൻ വഴി വന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ബ്ലാക്കിൻ്റെ ക്വീനിനെ ക്യാപ്ചർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് മിൽനർ ബാരി ഗാംബിറ്റ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് അടിക്കുക, കമൻറ്റ് അടിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഉടനെ തന്നെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.